Series LCR circuit and resonance for degree classes. സീരീസ് എൽ സി ആർ സർക്യൂട്ട് ആദ്യം പഠിക്കുന്നു. അത് കഴിഞ്ഞ് പാരലൽ എൽ സി ആർ സർക്യൂട്ട് പിന്നീട് കാണാം. ആദ്യം നമുക്കിത് നോക്കാം. എൽ സി ആർ കോയിലിൻ്റെ റിയാക്റ്റൻസ് എക്സ് എൽ ഈസ് ഒമേഗ ഇൻറ്റു എൽ, where L is the self-induction, coefficient of self-induction or self-inductance. കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എക്സ് സി 1/ωc. ദിസ് ഈസ് പ്യുവർ റെസിസ്റ്റൻസ്. നേരത്തെ നമ്മൾ ജെ ഓപ്പറേറ്ററി കണ്ടു. വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ആക്സിസിൽ നിന്ന് 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കുന്നതിന് തുല്യമാണ്. വൈ ആക്സിസിലോട്ട്, പോസിറ്റീവ് വൈ ആക്സിസിലോട്ട് വരും. മൈനസ് ജെ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വൈ ആക്സിസിലാണ്. അപ്പോൾ 90 ഡിഗ്രി ഹൊറിസോണ്ടലിൽ നിന്ന് ക്ലോക്ക് വൈസായിട്ട് തിരിച്ച് വരുന്നതിന് തുല്യം. അപ്പോൾ ലീഡ് കാണിക്കാൻ പ്ലസ് ജെ കൊണ്ട് ഗുണിക്കുക, ലാഗ് കാണിക്കാൻ മൈനസ് ജെ കൊണ്ട് ഗുണിച്ചാൽ മതി. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കോയിലിൽ വോൾട്ടേജ് ലീഡ് ചെയ്യുക 90 ഡിഗ്രി, കപ്പാസിറ്ററിൽ വോൾട്ടേജ് 90 ഡിഗ്രി ലാഗ് ചെയ്യുക. റെസിസ്റ്റൻസിൽ ലാഗും ഇല്ല, ലീഡും ഇല്ല, വോൾട്ടേജ് ഇൻ ഫേസ് വിത്ത് കറണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ എൽ സി ആർ സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ എഴുതാം. അപ്ലൈഡ് വോൾട്ടേജ്, ആർ എം എസ് വാല്യൂസ് ഇവിടെ എല്ലാം ചർച്ച ചെയ്യുന്നത്. അപ്ലൈഡ് വോൾട്ടേജ് വി ഈക്വൽസ് ജെ വി എൽ മൈനസ് ജെ വി സി പ്ലസ് വി ആർ. ഇവിടെ ജെയുടെ ആവശ്യമില്ല, ഇൻ ഫേസ് കമ്പോണൻ്റാണ്. ഹിയർ വി ആർ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ആറാണ്. വി എൽ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു എക്സ് എൽ, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന് പകരം ഐ എക്സ് എൽ വരുന്നത്. ദറ്റ് ഈസ് ഐ ഇൻറ്റു ഒമേഗ എൽ. വി സി ഈക്വൽസ് ഐ ഇൻറ്റു എക്സ് സി ഈക്വൽസ് ഐ ഇൻറ്റു 1/ωc. Total applied voltage V equals I into Z, where Z is the total impedance of the circuit. അതിൻ്റെ മൊത്തം സാധാരണ റെസിസ്റ്റൻസ്, തടസ്സം എന്ന് പറയാം. ഇതെടുത്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഐ ഇസഡ് ഈക്വൽസ് ജെ ഐ എക്സ് എൽ മൈനസ് ജെ ഐ എക്സ് സി പ്ലസ് ഐ ആർ. ഐ എല്ലാം ക്യാൻസൽ ചെയ്യും പോയിട്ട് ഇസഡ് ഈക്വൽസ് ആർ പ്ലസ് ജെ ഇൻറ്റു എക്സ് എൽ മൈനസ് എക്സ് സി. ദിസ് ഈസ് ദി ടോട്ടൽ ഇംപിഡൻസ് ഇൻ കോംപ്ലക്സ് ഫോം. സോ ഇസഡ് ഈസ് കോൾഡ് കോംപ്ലക്സ് ഇംപിഡൻസ് ഓഫ് ദി സർക്യൂട്ട്. ഇതിപ്പോൾ എ പ്ലസ് ഐ ബി എന്നുള്ള ഫോമാണ്. അപ്പോൾ അതിന് മോഡുലസ് എടുക്കുമ്പോൾ മോഡുലസ് ഓഫ് ഇസഡ്, അത് ആക്ച്വൽ വാല്യൂ ഓഫ് ഇംപിഡൻസ്, ഇസഡ് ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദി ഹോൾ സ്ക്വയർ. ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് കാണാൻ ടാൻ തീറ്റ ഈക്വൽസ് ബി ബൈ എ. എ പ്ലസ് ഐ ബി എന്ന് കണ്ടു കഴിഞ്ഞാൽ ടാൻ തീറ്റ ഈസ് ബി ബൈ എ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എക്സ് എൽ മൈനസ് എക്സ് സി ബൈ ആർ. സർക്യൂട്ട് അനാലിസിസ് കഴിഞ്ഞു. അപ്പോൾ ജെ ഓപ്പറേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് സ്റ്റെപ്സ് മാത്രം മതി സർക്യൂട്ട് സോൾവ് ചെയ്യാൻ. ഇനി നമുക്ക് ഇത് മറ്റ് ചില പോയിൻറ്റ്സ് കാണാം. ഇവിടെ ഐ കറണ്ട് വെർട്ടിക്കൽ ആക്സിസിലും ഫ്രീക്വൻസി അപ്ലൈഡ് എ സിയുടെ ഫ്രീക്വൻസി ഹൊറിസോണ്ടൽ ആക്സിസിലും പ്ലോട്ട് ചെയ്യുന്നു. നമുക്കറിയാം ഐ എന്ന് പറഞ്ഞാൽ വി ബൈ ഇസഡ് ആണ്, കാരണം വി ഈക്വൽസ് ഐ ഇസഡ് ആണ്. ദാറ്റ് ഈസ് വി ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദി ഹോൾ സ്ക്വയർ. എക്സ് എല്ലും എക്സ് സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഐ ഈക്വൽസ് വി ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഒമേഗ എൽ മൈനസ് 1/ωc ദി ഹോൾ സ്ക്വയർ. വെൻ എക്സ് എൽ ഈക്വൽസ് എക്സ് സി ഓർ ഒമേഗ എൽ ഈക്വൽസ് 1/ωc, ഈ ഡിനോമിനേറ്റർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ എന്നാകും, ഇതങ്ങ് 0 ആകും. സോ ഐ ഈക്വൽസ് വി ബൈ ആർ എന്ന് വരും. ദറ്റ് ഈസ് ദി മാക്സിമം കറണ്ട്. ഇവിടുന്ന് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഒമേഗ സ്ക്വയർ എൽ സി ഈക്വൽസ് 1 ഓർ ഒമേഗ ഈസ് 1/√LC ഓർ ഒമേഗ ദർഫോർ ഫ്രീക്വൻസി എഫ്. അതായത് എക്സ് എൽ ഈക്വൽസ് എക്സ് സി ആകുന്നതിന് ഏത് ഫ്രീക്വൻസിയിലുള്ള എ സി ആണോ അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ ഫ്രീക്വൻസി എഫ് നമ്മൾ റെസോണൻറ്റ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നു. എഫ് ആർ ഈക്വൽസ് ഒമേഗ ബൈ ദിസ് ഒമേഗ ബൈ 2π ഓർ 1/2π√LC. അപ്പോൾ 1/2π√LC ഇത്രയും ഫ്രീക്വൻസിയുള്ള എ സി ഈ സർക്യൂട്ടിൽ കൂടെ കടത്തി വിട്ടാൽ
കറണ്ട് അങ്ങ് മാക്സിമം ആകും. ഈ പ്രക്രിയയ്ക്ക്, ഈ പ്രതിഭാസത്തിന് റെസോണൻസ് എന്ന് പറയുക. റെസോണൻസ്. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ ഈ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് എന്ന് വരും. ഇതിങ്ങനെ വരും. അപ്ലൈഡ് എ സിയുടെ ഫ്രീക്വൻസി എഫ് ആറിനൊക്കെ കുറവാണ്, ലോ ഫ്രീക്വൻസി ആണെങ്കിൽ ഈ ടേം ചെറുതാണ്. എഫ് കുറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഒമേഗ കുറവാണ്. ഒമേഗ കുറവാണെങ്കിൽ ഈ ടേം കുറഞ്ഞിരിക്കും. പക്ഷേ ഈ 1/ωc ലാർജ് ആകും. അപ്പോൾ ഫലത്തിൽ √r² പ്ലസ് ഒമേഗ L മൈനസ് 1/ωc ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടർ, വലിയ നമ്പറായിട്ട് വരും. കാരണം ഇത് ചെറുതാണെങ്കിൽ ഇത് വലുതാണ്, അതിൻ്റെ സ്ക്വയർ കയറി വരിക. അപ്പോൾ ഐ അങ്ങ് കുറഞ്ഞിരിക്കും, ലോ എഫ് ആറിനൊക്കെ കുറഞ്ഞ ഫ്രീക്വൻസിയിൽ. അതാണ് ഈ ഭാഗം. ഇനി ഒമേഗ കൂടിയിരിക്കുമ്പോൾ ഹയർ ഫ്രീക്വൻസിയിൽ ഈ ടേം വലുതാകും, ഇത് ചെറുതാകും. അപ്പോഴും ഈ ഫാക്ടർ വലുതായിരിക്കും. അപ്പോൾ അവിടെയും കറണ്ട് കുറഞ്ഞിരിക്കും. അപ്പോൾ റെസൊണൻറ്റ് ഫ്രീക്വൻസിക്ക് താഴെയും റെസൊണൻറ്റ് ഫ്രീക്വൻസിക്ക് മുകളിലും പൊതുവെ ഇമ്പിഡൻസ് കൂടിയിരിക്കും, അതുകൊണ്ട് കറണ്ട് കുറഞ്ഞിരിക്കും. ഈ പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള എ സി, അതായത് 1/2π√LC, ആ ഫ്രീക്വൻസി അപ്ലൈ ചെയ്യുമ്പോൾ മാത്രം കറണ്ട് മാക്സിമം ആകുന്നു. ആൻഡ് ദാറ്റ് മാക്സിമം കറണ്ട് ഈസ് I maximum equals V/R. അപ്പോൾ സർക്യൂട്ട് ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടായിട്ട് ഇപ്പോൾ ബിഹേവ് ചെയ്യുക. നമുക്ക് ഇവിടെ ഒരു ഇമ്പിഡൻസ് ട്രയാങ്കിൾ വരയ്ക്കാം. കാരണം tan θ ഈക്വൽസ് XL - XC/R എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. tan θ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ വരച്ചാൽ ഇങ്ങനെ വരയ്ക്കുക. ഇത് XL - XC, ഇത് R. അപ്പോൾ ഈ ഹൈപ്പോട്ടന്യൂസ് √r² പ്ലസ് XL - XC ദി ഹോൾ സ്ക്വയർ. ഈ പവർ ഫാക്ടർ ഈ ട്രയാങ്കിളിൽ നിന്ന് കണ്ടുപിടിക്കാം. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ cos θ എന്ന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടുന്ന് cos θ ഈസ് R/√r² പ്ലസ് XL - XC ദി ഹോൾ സ്ക്വയർ. ഇതിൽ ഈ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് എടുക്കുമ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് പരിശോധിച്ചാൽ നേരത്തെ പറഞ്ഞു നമ്മൾ കുറഞ്ഞ ഫ്രീക്വൻസിയിൽ ഐ കുറഞ്ഞിരിക്കും. അപ്പോൾ അതായത് കുറഞ്ഞ XL വാല്യൂ, XL ഈസ് ലെസ് ദാൻ XC, അപ്പോൾ കറണ്ട് കുറഞ്ഞിരിക്കും. XL ഈസ് ലെസ് ദാൻ XC ആണെങ്കിൽ ഈ സർക്യൂട്ടിന് കപ്പാസിറ്ററിൻ്റെ എഫക്റ്റ് അവിടെ കൂടുതൽ. കപ്പാസിറ്ററിൽ കറണ്ട് ലീഡ് ചെയ്യുക എന്ന് നമ്മൾ നേരത്തെ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ XL - XC എന്ന് പറയുമ്പോൾ കപ്പാസിറ്റർ ആ മോർ എഫക്റ്റീവ്. അപ്പോൾ അവിടെ പവർ ഫാക്ടർ ലീഡിങ് പവർ ഫാക്ടർ ആണെന്ന് പറയും. XL ലെസ് ദാൻ XC, കപ്പാസിറ്റർ അപ്പോൾ മോർ എഫക്റ്റീവാണ്. അപ്പോൾ അവിടെ കറണ്ടാണ് ലീഡ് ചെയ്യുന്നത്, വോൾട്ടേജ് ലാഗ് ചെയ്യും, കറണ്ട് ലീഡ് ചെയ്യും. അതുകൊണ്ട് പവർ ഫാക്ടർ ലീഡിങ് പവർ ഫാക്ടർ ഈ റീജിയനിൽ. ഈ ഹൈ ഫ്രീക്വൻസി റീജിയനിൽ XL ഈസ് ഗ്രേറ്റർ ദാൻ XC. അവിടെ കോയിലിൻ്റെ എഫക്റ്റാണ് കൂടുതൽ വരുന്നത്. കോയിൽ കറണ്ട് ലാഗ് ചെയ്യുക, വോൾട്ടേജാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലാഗിങ് പവർ ഫാക്ടറാണ് ഈ റീജിയനിൽ. റെസൊണൻസ് നടക്കുമ്പോൾ പവർ ഫാക്ടർ യൂണിറ്റ് ചെയ്യുക. കാരണം റെസൊണൻസ് നടക്കുമ്പോൾ XL - XC 0 XL ഈക്വൽസ് XC, ഈ ഫാക്ടർ 0 cos θ ഈസ് R² or R/R, that is 1. cos θ ഈസ് 1. അപ്പോൾ യൂണിറ്റ് പവർ ഫാക്ടറാണ് റെസോണൻസിൽ ഉണ്ടാവുക, റെസോണൻസ് ഫ്രീക്വൻസിയിൽ. എന്ന് പറഞ്ഞാൽ വോൾട്ടേജും കറണ്ടും ഇൻ ദി സെയിം ഫേസ് ഓർ ദി സർക്യൂട്ട് ഈസ് പ്യുവർലി റെസിസ്റ്റീവ്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ കാണണം. ക്വാളിറ്റി ഫാക്ടർ, വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ, ബാൻഡ് വിഡ്ത്ത്, ഹാഫ് പവർ ഫ്രീക്വൻസീസ് എക്സെട്ര. അതെല്ലാം കൂടെ നമുക്ക് അടുത്ത പോസ്റ്റിങ്ങിൽ കാണാം. താങ്ക് യു.